ആർക്കുള്ള സംശയമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വോളിയം പ്ലസ് സ്മൂത്തനിങ് ചെയ്ത മുടിയാണ്. ഈ വോളിയം പ്ലസ് സ്മൂത്തനിങ് ചെയ്തപ്പോൾ ഇത്രയും തിക്നെസ് ആയി മുടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ തിക്നെസ്സിലാണ് നമ്മൾ വോളിയം പ്ലസ് സ്മൂത്തനിങ് ചെയ്തത്. ഇപ്പോൾ ഒരു വർഷമായി. ഒരു വർഷം കൊണ്ട് ഇത്രയും മുടി വളർന്നു. ഇത്രയും മുടിയാണ് വളർന്ന മുടി. പക്ഷേ ഏകദേശം ഈ മുടിയും ഈ ചെയ്ത മുടിയും കൂടെ മാച്ച് ആയിട്ട് പോവുകയും ചെയ്യും. ഇതൊക്കെ ഉണ്ടല്ലോ, മാച്ച് ആയിട്ട് പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല ചെയ്യണമെന്ന്. പക്ഷേ ആൾക്ക് ചെയ്യണം താല്പര്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഇതാണ് വോളിയം പ്ലസ് സ്മൂത്തനിങ്. എപ്പോഴും നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്നത് എങ്ങനെ ഇരിക്കും വോളിയം പ്ലസ് സ്മൂത്തനിങ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒന്നിൽ ഇത് ചെയ്ത മുടി വെട്ടി കളയേണ്ടി വരത്തില്ലേ, ഇത്ര മുടി വെട്ടി കളയേണ്ടി വരത്തില്ലേ, വളരുന്ന അത്ര മുടി വെട്ടി കളയേണ്ടി, ചെയ്ത മുടി വെട്ടി കളയേണ്ടി വരത്തില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞരുമുരുന്നും ഇത് കെടി ഹെയർ ആയിരുന്നു, ഇത് ഞരുമുരുന്നും അതുപോലെ തന്നെ ഇത് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കൂലേ എന്നാണ് ചോദ്യം. നമുക്കത് ചെയ്ത് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ വളർന്നു തുടങ്ങും. പക്ഷെ നമുക്ക് മാനേജബിൾ ആവും, മാച്ചുമായിട്ട് പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര അധികം വലിച്ച് നീട്ടി അങ്ങനെയുള്ള ഒരു പ്രോസസ്സിംഗ് അല്ല. നമ്മുടെ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഈ നമുക്ക് ഒരു ബൗൺസ് ആവുമല്ലോ, മുഖം മാറാതെ നമ്മുടെ ഉള്ള മുടിയുടെ അത്രയും തിക്നെസ്സിലും അതുപോലെ ആ മുടിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ സ്മൂത്ത് ആക്കി എടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നീട് നിങ്ങൾക്ക് ഇതിപ്പോൾ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്ര മുടി വളർന്നു, ഇവിടുന്ന് നമ്മൾ പൊഴിഞ്ഞു പോയ ഒരുപാട് ഹെയർ പ്രോബ്ലം ഉള്ള മുടിയായിരുന്നു. പൊഴിഞ്ഞു പോയ മുടികൾ ആ ഭാഗത്തെല്ലാം കിളിക്കുകയും ഈ മുടിയുടെ രണ്ടരട്ടി മുടിയുടെ കിളിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് സ്കാൽപ്പിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന മുടികളെല്ലാം കിളർക്കാനും മുടിക്ക് നീളം വെക്കാനും നമ്മൾ വോളിയം പ്ലസ് സ്മൂത്തനിങ് ചെയ്യുന്നത്. അത് നമ്മളൊരു കംപ്ലീറ്റ് ഹെയർ കെയർ പ്രൊട്ടക്ഷൻ ട്രീറ്റ്മെന്റോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ഇതിൽ മാസം നമ്മൾ സ്പാ ചെയ്തിട്ടില്ല. ഒന്നും ഹോംടിക്സുകൾ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അതും വളരെ കുറച്ച് ഹോംടിക്സ്, എല്ലാ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള ഹോംടിക്സുകൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും മുടി പോയില്ല. ഇത്രയും ഒരു രണ്ടരട്ടി മുടി കിളിച്ചു, ഇത്രയും മുടി കിളിച്ചു, പ്ലസ് ആ മുടിയായിട്ട് മാച്ച് ആയിട്ടുണ്ട്. ഇതാണ് വോളിയം പ്ലസ് സ്മൂത്തനിങ്.